സുർജിത്ത്, ദുഃഖകരമായ സംഭവമാണ്. അതിനിപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും അത് ആ കുടുംബത്തിന് വലിയ ദുഃഖമാണ്. നമ്മൾ പരിസരവാസികൾക്കൊക്കെ തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നുണ്ട്. അതാണ് സംഭവിച്ചത്. സൈഡെല്ലാം പൊളിച്ചെല്ലാം നാശാക്കി കയറി പോയിട്ടുണ്ടാണ്. അതെ അതെ, ജോമോൻ. പ്രദേശവാസികളുടെ പ്രതികരണമാണ് കണ്ടത്. അവിടെ മാനന്തവാടി ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ദൂരെ നിന്ന് നോക്കുന്നവരുടെ പോലെയല്ല, അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അടിക്കടി ഉണ്ടാകുന്ന കാട്ടാനാക്രമണങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ, അതിൽ വല്ലാതെ എന്താ പറയുക, പരിഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്, ആശങ്കയുണ്ടാകുന്നുണ്ട്. എന്ത് ചെയ്യണം, ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് എത്രയോ നാളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ദുരന്ത വാർത്തകൾ എത്തുമ്പോൾ തീർച്ചയായും വയനാട്ടിൽ എനിക്ക് തോന്നുന്നു ആക്രമിച്ച ആ വീടിന് മുന്നിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മതിൽ തകർത്താണ് ആന കയറിയത് അല്ലേ? ആ മതിൽ തകർത്ത് ഒരു വശത്തുകൂടി കയറിയ ആന മറ്റൊരു വശത്ത് വീടിന്റെ മറ്റൊരു ഭാഗത്തെ മതിൽ തകർത്ത് അതുവഴി കടന്നുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തെ ആന കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആക്രമിച്ചത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന ഒരാളെയാണ് ഇത്തരത്തിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ഒരിക്കൽ കൂടി ചേരുന്നു. സുർജിത്ത്, ആ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രദേശവാസിയായ ഒരാളുടെ പ്രതികരണവും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ഏത് തരത്തിൽ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? നിലവിൽ ഇപ്പോൾ ഈ ആന പടമല ഭാഗത്താണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത് ഈ ഒരു സാഹചര്യത്തിൽ കുറുക്കൻമൂല, കുറുവ, കാടൻകൊല്ലി, പയ്യമ്പള്ളി തുടങ്ങിയ ഡിവിഷനുകളിൽ, അതായത് 4 ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഉള്ള ഒരു നിരോധനാജ്ഞയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമുണ്ട്. മാനന്തവാടി ആശുപത്രിക്ക് മുന്നിൽ കനത്ത രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അത് പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കളക്ടർ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിലുള്ള നിലപാട് പങ്കുവെക്കണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഈ പ്രദേശത്ത്, അതായത് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ആനയെ തുരത്തുക എന്നുള്ള ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ആനയുടെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു വിവരമാണ് പ്രാദേശികമായി നമുക്ക് ലഭ്യമാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആക്രമിച്ച വീടാണ്. അതായത് ഈ മതിൽ തകർത്തുകൊണ്ട്, മതിലിന്റെ ഗേറ്റ് തകർത്തുകൊണ്ടാണ് കാട്ടാന അകത്തേക്ക് കയറുകയും ഈ കുത്തി വീഴ്ത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള പരിക്ക് ഈ അജിക്കുണ്ടായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മരണം സ്ഥിരീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നു. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് മാനന്തവാടി വഴി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ നിർണായകമായ വിവരങ്ങൾ ഈ കൃത്യമായ രീതിയിൽ തന്നെ റേഡിയോ കോളർ ഘടിപ്പിക്കാനുള്ള റേഡിയോ കോളറിന്റെ വിശദാംശങ്ങൾ കർണാടക വനംവകുപ്പ് കൃത്യമായ രീതിയിൽ ലഭ്യമാക്കിയില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെടുന്നു. റേഡിയോ കോളർ കൃത്യമായ രീതിയിൽ നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആന്റിനയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിസീവറും നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ അരിക്കൊമ്പന്റെ കേസുമായി ബന്ധപ്പെട്ട അരിക്കൊമ്പന്റെ റിസീവറും ആന്റിനയും ഇപ്പോൾ തമിഴ്നാടിന്റെ കൈവശമാണ്. കേരളമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ചത്. അത് അപ്പുറത്തേക്ക് മറ്റൊരു സംസ്ഥാനത്തേക്ക് കൈമാറുകയായിരുന്നു. ആ ഒരു അനുഭവം ഈ ആനയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. 3 തവണ കത്തയച്ചു. ആ 3 തവണ കത്തയച്ചിട്ടും കൃത്യമായ രീതിയിൽ മറുപടി നൽകാൻ കർണാടക വനംവകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കേരള വനംവകുപ്പിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആളുകൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രൂപപ്പെടുന്നു മാനന്തവാടിയിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാദേശികമായി ഈ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നാൽ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആരോപണവുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്മിത, പ്രവിത.
സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്. മാനന്തവാടിയിലെ ആശുപത്രിയിൽ നിന്ന് കിഷോർ വീണ്ടും ചേരുന്നുണ്ട്. കിഷോർ, ഇപ്പോൾ സുർജിത്ത് പറയുകയായിരുന്നു ഇത്തരം പ്രശ്നങ്ങൾ പലവട്ടം പറഞ്ഞിട്ടും ഇപ്പോൾ വനം വകുപ്പ് കൃത്യമായിട്ട് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിസരത്ത് എത്തിയിട്ടില്ല. ആ രീതിയിലുള്ള പരാതികളുണ്ട്, പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. സ്വാഭാവികമാണ്, അവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു വേദനയും ആശങ്കയും സങ്കടവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വനം വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇതിൻ്റെ പരിമിതികളെക്കുറിച്ചാണ്. കൃത്യമായ പരിഹാരം അതിനായി ശ്രമങ്ങൾ നടക്കുമ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതിൽ ദുഃഖമുണ്ട്. പക്ഷേ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും, ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവരുടെ പ്രതിഷേധം തീർച്ചയായിട്ടും അത് ഏത് രീതിയിലാണ് പോകുന്നത്? അവർ പറയുന്നത് വീട്ടുമുറ്റത്ത് ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെ ആശങ്ക അത് കൂട്ടുന്നുണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ, അതാണ് ആ പറഞ്ഞ പ്രയോഗം തന്നെ കൃത്യമാണ്. വീട്ടുമുറ്റത്ത് തന്നെ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹത്തെ വീടിന്റെ ഭിത്തി തകർത്ത് അകത്ത് കയറി, മതിൽ തകർത്ത് അകത്ത് കയറി അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് വളരെയധികം വേദനാജനകമാണ്. അത് തന്നെയാണ് ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഇവിടെയുള്ള ആളുകളെ മുഴുവൻ നയിച്ചിരിക്കുന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുൻപിൽ തിങ്ങിക്കൂട്ടിരിക്കുന്ന ആളുകളെല്ലാം ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, എത്രയും പെട്ടെന്ന് വയനാട് ജില്ലാ കലക്ടർ ഇവിടെ എത്തണം, ഇവിടെ എത്തി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഞങ്ങൾ ഇതിലും ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർച്ചയായി ഇതുപോലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. വന്യജീവികൾ മാനന്തവാടി നഗരത്തെയും വയനാട്ടിലെ മറ്റു പല ഭാഗങ്ങളിലെ നഗരത്തെയും അവിടെ എല്ലാം വരുന്നു. ഈ സാഹചര്യം ഉണ്ടാകുന്നത്, ഈ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം. കിഷോർ തോമസ് ആണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് വയനാട്ടിൽ നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിഷോർ.